ഏവർക്കും അൾജിബ്ര ലൈവിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ SSLC 2026 പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം, ഘനരൂപങ്ങൾ അല്ലെങ്കിൽ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ചോദ്യമാണ്. SCERT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ചോദ്യം. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം എങ്ങനെയാണ്? ഈ ചോദ്യം, the radius of a sphere is 6 centimeters. What is its volume? ഈ ചോദ്യം, what is the ratio of the volume of the sphere and the volume of the sphere with 1/3 of its radius? See question, by melting a sphere of radius 5 cm and recasting, how many spheres of 1/3 the radius can be made? മലയാളം മീഡിയം ചോദ്യം നോക്കാം. ആരം 6 സെന്റിമീറ്റർ ആയ ഗോളത്തിന്റെ വ്യാപ്തം കാണുക എന്നുള്ളതാണ് എ ചോദ്യം. ബി ചോദ്യം, ഒരു ഗോളത്തിൻ്റെയും അതിൻ്റെ 1/3 ആരമുള്ള മറ്റൊരു ഗോളത്തിൻ്റെയും വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ത് എന്നുള്ളതാണ് ബി ചോദ്യം. സി ചോദ്യം, 5 സെന്റിമീറ്റർ ആരമുള്ള ഒരു ഗോളം ഉരുക്കി ആ ആരത്തിൻ്റെ 1/3 ആരമുള്ള മറ്റ് എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് സി ചോദ്യം. ഓരോ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഈ ചോദ്യം നോക്കൂ. ഈ ചോദ്യം എന്താണ്? ആരം 6 സെന്റിമീറ്റർ ആണ്, റേഡിയസ് 6 സെന്റിമീറ്റർ. ഇതിന്റെ വ്യാപ്തം കാണാനാണ് ചോദ്യം. വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. വോളിയം 4/3 പൈ r ക്യൂബ് ആണ്. ഒരു ഗോളത്തിന്റെ വ്യാപ്തം, ഒരു സ്ഫിയറിന്റെ വോളിയം കാണുന്ന ഇക്വേഷൻ എന്താണ്? 4/3 പൈ r ക്യൂബ് ആണ്. അപ്പൊ നോക്കൂ, 4/3 പൈ r എത്രയാണ്? റേഡിയസ് എത്രയാണ്? 6. അപ്പൊ 6 ക്യൂബ്. അപ്പൊ ആറിന്റെ ക്യൂബിന് എങ്ങനെ എഴുതാം? 4/3 പൈ r ക്യൂബിന് എങ്ങനെ എഴുതാം? 6 × 6 × 6. അപ്പൊ ഈ 3ഉം ഈ 6ഉം വെട്ടാം. 6ൽ എത്ര 3 ഉണ്ട്? 2. 6ന്റെ ക്യൂബിന് 6 × 6 × 6 എന്ന് എഴുതാം. അപ്പൊ 6ഉം 3ഉം വെട്ടിയോടെ 2 വരും. ഗുണിച്ചു നോക്കാം. നമുക്ക് ഗുണിച്ചു നോക്കാം. നോക്കൂ, 4 6 24. 4 6 4 × 6 24. 24 × 6. 24ന് 6 കൊണ്ട് ഗുണിക്കണം. 24 × 6. 6 4 24ന് 4, ശിഷ്ടം 2. 6 2 12, 2 14. അപ്പൊ ഈ 144 ഇനി എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എത്ര കിട്ടും? 288 പൈ സെന്റിമീറ്റർ ക്യൂബ്. നോക്കൂ, 4 6 24. 24 × 6 144. 144 × 2 288. അത്ര എന്തുണ്ടാവും? പൈ ഉണ്ടാവും. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ ആയി. ഇനി നമുക്ക് ബി ചോദ്യത്തിലേക്ക് പോകാം. ബി ചോദ്യത്തിൽ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ ആൻഡ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ വിത്ത് 1/3 ഓഫ് ഇറ്റ്സ് റേഡിയസ്. ഒരു ഗോളത്തിന്റെയും അതിന്റെ ആരത്തിന്റെ 1/3 ആരം വരുന്ന മറ്റൊരു ഗോളത്തിന്റെയും വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശം എന്താണ്? അപ്പോൾ വോളിയംസിന്റെ റേഷ്യോ എങ്ങനെ എഴുതാം? V1 is to V2. നോക്കിയിരിക്കണേ. 4/3 പൈ r1 ക്യൂബ് is to 4/3 പൈ r2 ക്യൂബ്. ഇവിടെ ആരങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട്. ഒന്നിന്റെ ആരം മറ്റേ അതിന്റെ 1/3 ആണ്. അപ്പൊ r1 ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? 6 കൊടുക്കാം. r2 ഈക്വൽ ടു എന്ത് കൊടുക്കാം? r/3 കൊടുക്കാം. r/3. r1 6, r2 അതിന്റെ 1/3 ആണ്. 1/3 ഭാഗമാണ്. അപ്പൊ 6/3. 4/3 വെട്ടി, പൈ വെട്ടി. അപ്പൊ അംശബന്ധം എന്തായിട്ട് മാറി? r1 ക്യൂബ് is to r2 ക്യൂബ്. r1ന് 6 ആയതുകൊണ്ട് r ക്യൂബ്. r1 6ന് ഈക്വൽ ആണ്, r ക്യൂബ്. r2 എന്ന് പറഞ്ഞാൽ r/3 ഹോൾ ക്യൂബ്. അംശബന്ധം കൊടുക്കുക. r1ന്റെ പ്ലേസിൽ 6 കൊടുക്കാം അല്ലെ? r1ന്റെ പ്ലേസിൽ 6 കൊടുക്കുക, r ക്യൂബ്. r2ന്റെ പ്ലേസിൽ r/3 ഹോൾ ക്യൂബ്. അപ്പൊ ഇതിന്റെ അംശബന്ധം നോക്കൂ.
ആർ ക്യൂബ് ഈസ് ടു ആറിൻ്റെ ക്യൂബ് മേലെ ആർ ക്യൂബ് 3ൻ്റെ ക്യൂബ് എത്രയാണ് 27. ആറിൻ്റെ ക്യൂബ് ആർ ക്യൂബ് ഇവിടെ ആർ ക്യൂബ് ബൈ 3 ആണ്. അപ്പോൾ ആറിൻ്റെ ക്യൂബ് ആർ ക്യൂബ് ബൈ 3ൻ്റെ ക്യൂബ് 27. എന്ത് കിട്ടി? ആർ ക്യൂബ് ഈസ് ടു ആർ ക്യൂബ് ബൈ 27. ആർ ക്യൂബും വെട്ടിപ്പോയാൽ എന്ത് കിട്ടും? 1:1/27. 1:1/27 ബൈ 27 നമ്മൾ കൊടുത്ത് പോക്കണം എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 27 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1ന് 27 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 27. ഇവിടെ 27 വെട്ടിപ്പോയാ 27:1. അപ്പോൾ നോക്കൂ, റേഡിയസ് 1/3 ആക്കിയപ്പോൾ ഒന്നാമത്തതിൻ്റെ വോളിയം 27, രണ്ടാമത്തതിൻ്റെ വോളിയം അതിൻ്റെ 1 ടൈംസ്. അതായത് ഇതിൻ്റെ 27 ടൈംസ് ആണെന്ത് ഫസ്റ്റ് വോളിയം വരിക. ഇനി സി ക്വസ്റ്റ്യൻ നോക്കുന്നതാണ്. ബൈ മെൽറ്റിംഗ് എ സ്ഫിയർ ഓഫ് റേഡിയസ് 5 സെന്റിമീറ്റേഴ്സ് ആൻഡ് റീകാസ്റ്റിംഗ് ഹൗ മെനി സ്ഫിയേഴ്സ് ഓഫ് 1/3 ഓഫ് ദ റേഡിയസ് ക്യാൻ ബി മെയ്ഡ്. അതായത് ഒരു ഗോളത്തിന്റെ ആരം 5 സെന്റിമീറ്റർ ആണ്. ഇതിനെ ഉരുക്കിയിട്ട് 1/3 ആരമുള്ള എത്ര ഗോളം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നോക്കൂ, ഏതൊരു റേഡിയസിനെ 1/3 ആക്കിയാൽ ഇതിന്റെ വോളിയം രണ്ടാമത്തേതിന്റെ 27 മടങ്ങാണ്. അല്ല, 27:1 പറഞ്ഞാൽ എന്താ? രണ്ടാമത്തേതിന്റെ 27 മടങ്ങാണ് ഒന്നാമത്തേത് വരിക. അപ്പോൾ 1/3 ആക്കി കഴിഞ്ഞാൽ എത്ര സ്ഫിയർ ഉണ്ടാക്കാൻ പറ്റും? ഒന്ന് ഉരുക്കിയിട്ട് മറ്റേത് എത്ര ഉണ്ടാക്കാൻ പറ്റും? 27 ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ 27 എന്നാണ്. ഇതിന്റെ അംശബന്ധം 1:27 ആണ്. അപ്പോൾ നോക്കൂ, റേഡിയസ് 1/3 ആക്കി കഴിഞ്ഞാൽ രണ്ടാമത്തേതിന്റെ വോളിയത്തിന്റെ 27 ടൈംസ് ആയിരിക്കും ഉണ്ടാവുക ഫസ്റ്റിലെ വോളിയം ഉണ്ടാവുക. അപ്പോൾ ഒരെണ്ണം മെൽറ്റ് ചെയ്തിട്ട് 1/3 റേഡിയസ് ഉള്ള മറ്റൊന്നുണ്ടാക്കിയാൽ എത്ര എണ്ണം കിട്ടും? 27 സ്ഫിയേഴ്സ് ആണ് കിട്ടുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എന്ത് ചെയ്യുക, ഒന്ന് റിവേഴ്സ് ചെയ്ത് കാണുക. താങ്ക്സ്.